ഹായ് ഗൈസ്. ഇന്ന് ഞാൻ ഡിസിപ്ലിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കട്ടെ. മിസ്സസ് വേൾഡ് ഇൻ്റർനാഷണൽ 2025 ഞാൻ പോയ സമയത്ത് ഞാൻ വളരെ ഊന്നി സംസാരിച്ച രണ്ട് കാര്യങ്ങളാണ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഫോർ എക്സാമ്പിൾ, ഒരു വായനക്കാരി അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരി ആവണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പം വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല എന്ന് വിചാരിക്കുക. സോ ഫോർ ഇൻസ്റ്റൻസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. സോ അപ്പോൾ അതിൻ്റെ ഒരു കീ സാധനം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വായന എഴുതും പഠിക്കുക, ലെറ്റേഴ്സ് പഠിക്കുക, ആൽഫബറ്റ് പഠിക്കുക, പിന്നെ ചേർത്ത് വയ്ക്കാൻ പഠിക്കുക, സെൻറ്റൻസ് എല്ലാം പഠിക്കുക. പിന്നെ ചെറിയ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിലപ്പം സ്റ്റോറീസ് ആയിരിക്കും വായിച്ചു തുടങ്ങുക. പതിയെ പതിയെ നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ള മേഖലയിൽ കുറച്ച് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ബെസ്റ്റാണോ പറയുന്നത്, കാരണം ഞാൻ ഓൾവേസ് ഭയങ്കര ചൂസി റീഡറാണ്. സോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. സോ അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പം നമ്മൾ ഈ ഇപ്പം ചില ആൾക്കാർക്ക് തീരെ ഡിസിപ്ലിൻ കാര്യങ്ങളൊന്നും ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തപ്പം യൂഷ്വലി പീപ്പിൾ കോറിലേറ്റ് ദിസ് വിത്ത് വിൽ പവർ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയാം, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതായത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വി ഹാവ് ടു ആസ്ക് സർട്ടൻ ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്രിഫറൻസ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റീസ്, എന്തൊക്കെയാണ് നമ്മുടെ ഡ്രീംസ്, എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകളൊക്കെ, എന്താണ് നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അതിൽ നമ്മൾ വളരെ ട്രൂത്തായിട്ട് അതിൻ്റെ, അതായത് നമുക്ക് എന്താണ് ഡ്രീംസ്, ഇനിയും ഇൻ റിയാലിറ്റി നമ്മൾ അതിൽ ഏത് ഒരു സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മളൊരു കള്ളമില്ലാണ്ട് കറക്റ്റായിട്ടൊന്ന് ജഡ്ജ് ചെയ്യുക. അപ്പം ഇനി ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് നമ്മൾ എത്ര പടികൾ, അതായത് ഓരോരോ കല്ലെന്നുള്ള രീതിയിൽ ഓരോ ദിവസവും മെയിനായിട്ട് നമ്മുടെ ഹാബിറ്റ്സിലാണ് ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പം ആ ഓരോ ദിവസവും നമ്മൾ ഓരോ കല്ലെന്നുള്ള രീതിയിൽ അത് കൂട്ടി 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 കല്ലുകൾ ഇങ്ങനെ അടുക്കി നമ്മുടെ ആ ഡ്രീമിലേക്ക് വരുന്നത്. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. പണ്ട് +2 കഴിഞ്ഞ സമയത്ത്, അന്ന് എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഡയറി ഇടുന്ന ശീലമുണ്ട്. അപ്പം +2 കഴിഞ്ഞ സമയത്ത് എനിക്കറിയില്ല, ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഡ്രീംസ് പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും, അത് സൂക്ഷിക്കുകയും ചെയ്യും. കുറേ സാധനങ്ങൾ, കവിതകൾ, ആ എഴുത്തുകൾ, ഈ എഴുത്തുകൾ എന്തൊക്കെയോ എഴുതി, പക്ഷെ ഇത് എവിടെയൊക്കെയോ എടുത്ത് വെച്ച് വെക്കും. അപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ അടുക്കി പറക്കിയ സമയത്ത് ഞാൻ +2 കഴിഞ്ഞപ്പോൾ എഴുതിയ ഒരു എഴുത്ത് എനിക്ക് കിട്ടി കേട്ടോ. അപ്പം അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇതേപോലത്തെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഇത്ര വർഷം കഴിയുമ്പം പങ്കെടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ അത് എഴുതിയിട്ട് മറന്നുപോയി. അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേണിങ്ങിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, ടീച്ചിങ്ങിനെ കുറിച്ച്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നൗ ഐ ആം ലിവിങ് മൈ ഡ്രീം ലൈഫ്. ഡ്രീം ലൈഫ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ എന്താണോ സ്വപ്നം കണ്ടിരുന്നത് എനിക്ക് ചെയ്യണമെന്ന്, അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇപ്പം എനിക്കത് വേണം എന്നുള്ളത് കൊണ്ട് നാച്ചുറലി നമുക്കത് മാനിഫെസ്റ്റേഷൻ വഴി കിട്ടും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഡെഫിനറ്റ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്സിൻ്റെ ഒരു പിൻബലത്തിൻ്റെ ഒരു ഔട്ട്കം മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്നതല്ല. അത് കൺസിസ്റ്റൻ്റ് എഫേർട്സ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ, അതായത് നമ്മൾ എത്രത്തോളം ദിവസം ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്യുന്നു എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാരമീറ്റർ, ഒരു ഇവാലുവേഷൻ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സ് മാറാം. പക്ഷേ ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഇപ്പോൾ എഴുത്തും വായനയും, ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ എടുക്കുക, എഴുത്തും വായനയും പോലും അറിയത്തില്ല, പക്ഷേ എനിക്ക് വലിയൊരു എഴുത്തുകാരി അല്ലെങ്കിൽ വലിയൊരു റീഡർ ആകണം എന്ന ഡ്രീം ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഹാപ്പൻ, റൈറ്റ്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്സ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ, ആ ഒരു ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ
അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ആണ് ഡെഫിനറ്റായിട്ട് നമ്മുടെ ഒരു ഡ്രീംസിനെ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഈ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ സക്സസ്ഫുള്ളായി അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത് അച്ചീവ് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ഡ്രീംസ് വീണ്ടും മേലോട്ട് പോകും. ആ ഒരു ലൈക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഡ്രീംസ് എന്താണ് നമ്മുടെ ഡ്രീംസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്ന് അച്ചീവ് ചെയ്യുമ്പോൾ പിന്നെ അടുത്തതല്ലേ. സോ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ടോക്ക് ഇവിടെ നിർത്തുകയാണ്.